വീണ്ടും ഒരു ചിരി ഉത്സവത്തിന് കൊടിയേറുകയാണ്. വെൽക്കം ടു ഈസ്റ്റ് കോമഡി ഉത്സവം പവർഡ് ബൈ chavramatrimony.com. ഇന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് തൊടുപുഴയിൽ നിന്നുള്ള ആൾക്കാരാണ്. താങ്ക് യു ഫോർ കമ്മിങ് ഇൻ. വെൽക്കം. ഇനി ഉത്സവം നടത്തിപ്പുകാർ രണ്ടുപേരെ സ്വാഗതം ചെയ്യാൻ പോവാണ്. നമ്മുടെ മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കോമിക് ഡുവോ എവർ. മാത്രമല്ല ഇവിടത്തെ കാര്യക്കാരന്മാരാണ്, ഇവിടത്തെ ഫുൾ ഉത്സവം നടത്തുന്നവരാണ്. അവരെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ടിനി ടോം ആൻഡ് ഗിന്നസ് ബക്രോ. നിങ്ങൾ രണ്ടുപേരും വീണ്ടും ഒന്നിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്താണ് മാറിപ്പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും? അല്ല, എനിക്ക് ഇഷ്ടം പോലെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ തിരക്കിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എനിക്ക് സമയം കിട്ടുമ്പോൾ മാത്രം വന്ന് അവിടെ വന്നിരുന്ന് ഈ കൊച്ചു കുഞ്ഞിൻ്റെ പ്രോഗ്രാമൊക്കെ ഒന്ന് കണ്ട് ഒന്ന് പ്രോത്സാഹിപ്പിച്ച് എൻ്റെ ഇന്ന് ഉത്സവത്തിൽ ഒരു സ്ത്രീ സാന്നിധ്യം കൂടി. മറ്റാരുമല്ല, ആരാണ്? സുന്ദ, കോമഡി ഉത്സവം കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല. ഇതിനു മുമ്പ് ഇത്രയും കണ്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞല്ലേ പറയണമെന്ന്, കണ്ടിട്ടുണ്ടെന്ന്. ഞാൻ സത്യം മാത്രം പറയുള്ളൂ. ഒന്നുകൂടെ നമർത്തി ചിലപ്പോ പറയൂ. സുന്ദ, കോമഡി ഉത്സവം കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പോ എന്തായാലും നിങ്ങൾ മൂന്നുപേരുമാണ് ഇന്ന് അവിടെ ഇരിക്കേണ്ടത്. ഇവിടെയുള്ള നമ്മുടെ ആൾക്കാർക്ക് മുഴുവൻ ഗൈഡൻസ് നിങ്ങളാണ്. മാത്രമല്ല നമ്മുടെ ഇവിടെ കാണുന്ന എക്സാക്ട്ലി ഓൾ ദ പെർഫോമൻസസ് ആസ്വദിക്കുക, അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം. കൂടുതൽ പറയണ്ട, ലോഡിംഗ് റെഡിയായി. ഈസ്റ്റ് കോമഡി ഉത്സവം പവർഡ് ബൈ chavramatrimony.com ൽ mimicry competition. So let's welcome Sudhish Tiruvambadi and Adarsh Babu. അപ്പോ ഇവർ തന്നിട്ടുള്ള ലിസ്റ്റ് എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. ഓക്കെ, ആദർശ് പറ, 5 താരങ്ങളാരൊക്കെ? വിഷ്ണു ഉണ്ണികൃഷ്ണൻ. ഈ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഉണ്ടായിരുന്ന പറ. കട്ടപ്പനയിലെ ഋത്തിക് റോഷനായ വിഷ്ണു ഉണ്ണികൃഷ്ണൻ. ഓക്കെ. പിന്നെ ദിലീപേട്ടന്റെ സൗണ്ട് തോമ എന്ന മൂവിലെ വോയിസ്. ഓക്കെ. വിക്രത്തിന്റെ ഐയിലെ വോയിസ്. വിക്രത്തിന്റെ ഐയിലെ വോയിസ് ഐ സിനിമയില്. പിന്നെ തട്ടിമുട്ടിയും സീരിയലിലെ ജയകുമാരേട്ടൻ. ഓക്കെ. മറ്റേ എന്താണ് ഒരു ക്യാരക്ടർ? അർജുനൻ കഥാപാത്രം. അർജുനൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. പിന്നെ ഹിറ്റുകളുടെ സംവിധായകർ സിദ്ദിഖ് ലാലിലെ സിദ്ദിഖ് സാർ. എല്ലാം പുള്ളിക്ക് പറ്റണ ശബ്ദമാണെന്നുള്ള ആ സൗണ്ടിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സുധീഷ് തിരുവമ്പാടി പറയും. സുരാജ് വെഞ്ഞാറമൂട്. ജനപ്രിയ നായകൻ ദിലീപ്. സായ് കുമാർ. സുരേഷ് കൃഷ്ണ. ശ്രീ കെ വി ഗണേഷ് കുമാർ. വെരി ഗുഡ്, ലവ്ലി ലിസ്റ്റ്. അപ്പൊ ഇനി നമ്പർ ചൂസ് ചെയ്യാൻ കിടക്കാം. Others first, number. ചേട്ടാ, നമ്പർ 1. Let's open number 1. അപ്പോ ഇവിടെ കിട്ടുന്നതാണ്, പക്ഷെ അവിടെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ചെയ്തേ പറ്റുള്ളൂ. നട്ടല്ലേ പ്ലീസ് ഒന്ന് വിളയൂ. ഞാൻ കുഴപ്പമില്ലടാ കേട്ടോ, നിന്റെ ശരീരത്തിൽ നിന്ന് ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. കേട്ടോ, നമുക്ക് പക്ഷേ സുരാജിന്റെ നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, സുരാജിന്റെ എത്ര മോഡുലേഷനാ ചെയ്യണേ? 3 ഉണ്ട്. 3 തരത്തിലുള്ള സുരാജിന്റെ മോഡുലേഷൻ ചെയ്യുന്ന ആളാണ്. എടാ, ഞാനും ഈ കേരള ടുഡേയുടെ റിപ്പോർട്ടർ അല്ലേ. എന്റെ റിപ്പോർട്ടിനൊന്നും യാതൊരു വിലയില്ലേടെ. കഴിഞ്ഞ ആഴ്ച തന്ന റിപ്പോർട്ട് ഈ ലക്കവും വന്നിട്ടില്ല. അതെ, ഞങ്ങളെ ഭാഷക്കാരില്ലോളെ യന്ത്രം എഴുതിയ നിങ്ങൾക്ക് അയ്യം. ചില ഭാഷക്കാർ എന്തുവാ എന്തുട്ടാ എങ്ങനെ എന്ത് അതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലേ. ഞങ്ങളുടെ ഭാഷക്കാർക്ക് വേണ്ടി ത്യാഗരാജ സ്വാമികൾ ഞങ്ങൾക്കൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. അത് ഇത് പാട്ടെന്നോ എന്തരോ മഹാനു കലക്കി, അടിപൊളി. ഇപ്പൊ ഇതിനകത്ത് എല്ലാ മോഡുലേഷനും വന്നോ? ഇനി അടുത്തത് വരണ്ടേ? അടുത്തത് വേണം. ആക്ഷൻ ഹീറോ ബിജുലെ സാറേ, ഞാൻ ഇന്ന് വരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇവള് പറഞ്ഞ അത് തിരുത്താനും ഞാൻ തയ്യാറാണ് സാർ. കുഴപ്പമില്ല സാറേ, എവക്ക് അവൻ്റെ കൂടെ പോകണമെന്ന് ഇഷ്ടമെങ്കിൽ അവൾ പൊക്കോട്ടെ സാറേ, കുഴപ്പമില്ല.
സിന്ധു നീ അവൻ്റെ കൂടെ വേണേ പൊക്കോ, പക്ഷെ കൊച്ചിനെ എനിക്ക് വേണം സിന്ധു. ഓ. ചുമ്മാ പറ്റിക്കാൻ വേണ്ടി പറയണേണ് സാറേ. പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരെടുക്ക് ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയണേ സാറേ. അല്ലേ സല്ലേ? ഓ ബ്രില്യന്റ്. പക്രു ചേട്ടാ ഇപ്പൊ സെക്കൻഡ് മോഡുലേഷൻ കിട്ടിയില്ലേ? ഓക്കെ, അടുത്തത്. മധുര നാരങ്ങ. ഓ ഓക്കെ. ഈ പാസ്പോർട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞാല് അതൊരു കലയാണ്. നമ്മളതുണ്ടാക്കണ കലാകാരനും അമേരിക്കൻ പ്രസിഡന്റ് ബറാക്ക ഒബാമേന്റെ പാസ്പോർട്ട് വരെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. യാ അല്ലാ, സയ്യിദ് മുഹൈദ്ദീൻ. ഈ വോയിസ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇത് കറക്റ്റ് അതിലേക്ക് അടുത്ത് വന്നിട്ടുണ്ട്. അതെ. ഇത് ആദ്യത്തെ പ്രാവശ്യം സുരാജിനെ അനുകരിച്ചപ്പോ അവിടെ ഈ ഒരു ഇതാണ് ചെയ്യേണ്ടത്. ഫ്ലേവർ കിട്ടിയിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസും ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ കയ്യടിയുടെ ഒരു ഗ്രാഫ് കണ്ടില്ലേ, ഇപ്പൊ സ്റ്റേജ് ചെയ്യുന്ന സമയത്ത് 3 മോഡുലേഷൻ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ ആളുകളെ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് എന്താണോ അത് വേണം ആദ്യം ചെയ്യാൻ. അല്ല മോശമെന്നല്ല പറയും, നമ്മള് സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് നന്നാവാൻ വേണ്ടിയിട്ടാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ ഞങ്ങൾ perfect. ശാസ്ത്രജ്ഞരാണ്. ഇനി എങ്ങനെ ഞാൻ പിന്നെ ശാസ്ത്രജ്ഞ അല്ലാത്തത് കൊണ്ട് പക്ഷേ അതെ, ഞാൻ പിന്നെ ശാസ്ത്രജ്ഞ അല്ലാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര നമ്മൾ ഈ ഇഷ്ടമായി. പോളിടെക്നിക് ഒന്നും പഠിച്ചിട്ടില്ലാത്തോണ്ട് അല്ലേ? അതെ. പക്ഷെ ഞാൻ ഒരു കാര്യം അല്ല പറയാം, എനിക്ക് എന്താ പറയാ, ആ മൂമെന്റും ആ ആക്ഷനും First എല്ലാം നടന്നു വന്ന mannerism ഒക്കെ ഭയങ്കര വരവൊക്കെയല്ലേ? രസമായിട്ട്. തെണ്ടുൽക്കർ ബോളിവുഡ് നടനാന്ന് പറഞ്ഞ ആളല്ലേ ഇതൊക്കെ? എന്തോ അപ്പൊ സുരാജ് ചേട്ടൻ സാധാരണ സംസാരിക്കുന്ന പോലെ കൂടി സംസാരിപ്പിക്കാം. പക്ഷെ എന്താണെന്ന് പറഞ്ഞാലും ആദ്യം സുരാജ് ചേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് തിരുവനന്തപുരം ഭാഷ വേണം. കാരണം ഇത് മധുര നാരങ്ങ ചെയ്തപ്പോൾ കാസർഗോഡ് ഭാഷയാണ് കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം ചെയ്തത് അല്ലേ ആദ്യം. അപ്പൊ സുരാജ് ചേട്ടൻ്റെ അടുത്ത് സ്വന്തക്ക് സംസാരിക്കണം. ഫോണിൽ വിളിച്ചോ? വിളിക്കട്ടെ? ആ വിളിച്ചോ. ഹലോ, നമസ്തേ, പറഞ്ഞോളൂ, എന്തുണ്ട് വിശേഷം? കറക്റ്റ്. ഇതാണ് യഥാർത്ഥ സുരാജ് ചേട്ടന്റെ സംസാരം. ഈ കൈയുടെ ഒരു ആംഗ്യമുണ്ട്, അത് പെർഫെക്റ്റ് ആയിട്ട് വരച്ചു അതാ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ. സ്വന്തം സംസാരിച്ചോ? എന്തൊക്കെയുണ്ട് സുരാജേട്ട വിശേഷം? സുഖമായിട്ടിരിക്കുന്നു, അങ്ങനെ പോണു. ഇപ്പൊ എന്തുണ്ട്, എവിടെയാ വർക്ക് കാര്യങ്ങളൊക്കെ? പറ. ഞാൻ നിങ്ങക്ക് പേഴ്സണലി അറിയാലേ? സുരാജിനെ പേഴ്സണലായിട്ട് അറിയാം. കണ്ടിട്ടുണ്ട്. അതാണ് ഈ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ ആ വീട്ടിൽ പോയിട്ട് ഇവിടെ ഫ്ലാറ്റില് പോയിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലാറ്റിൽ പോയി അനുകരിച്ച് കേൾപ്പിച്ചു. അനുകരിച്ച് കേൾപ്പിച്ചു. അന്നേരം എന്താ പുള്ളി പറഞ്ഞേ? പുള്ളി ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. പുള്ളി പറഞ്ഞ എടാ, നീ സംഭവം ചെയ്തതൊക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നീ ഒന്നുകൂടി ഗംഭീരമാക്കാൻ ശ്രമിക്കണം. മാത്രമല്ല, ഇതിന്റെ പേര് വല്ല പോലീസ് എങ്ങാനും എന്നെ വന്ന് പിടിച്ചാ നിന്റെ വീട്ടിൽ വന്ന് ഞാൻ തല്ലും, കേട്ടോടാ. നന്നായിരുന്നു കേട്ടോ, എന്തായാലും. അപ്പോ നമ്പർ സെലക്ട് ചെയ്യാം. സുധീഷ് നമ്പർ പറയും. നമ്പർ 9. നമ്പർ 9. Let's open number 9. മോനെ ലിസ്റ്റിലുള്ള സാധനം അവന്റെ ഭാഗ്യ ദിവസം വന്നു തോന്നുന്നു അല്ലേ? അതെ അതെ. ഓക്കെ, നേരത്തെ ഏട്ടമ്പയുടെ വിരുത്തിരുന്ന് പഠിച്ചിരുന്ന ഏട്ടനെ അറിയിച്ചിട്ടില്ലേ മാധവന് ഇതുവരെ ഒന്നും? നേരത്തെ ഏട്ടൻ ചോദിച്ചല്ലോ ഇവിടുത്തെ തേങ്ങയുടെ ഭാഗയുടെ കണക്കെടുക്കാൻ. ഏട്ടൻ വരണില്ല എന്ന് സത്യ, ഏട്ടൻ വരണില്ല. പക്ഷെ ഇവിടെ 3 ആത്മാക്കൾ എങ്ങനെ ജീവിക്കണേന്ന് ഏട്ടൻ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ചോദിച്ചിട്ടുണ്ടോ? ഒന്ന് അറിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. നിന്റെ കല്യാണം ഈ ഏട്ടൻ നടത്തൂടി, അതൊന്ന് കട്ടിട്ടായാലും എന്ത് വിറ്റിട്ടായാലും. എക്സലന്റ്. Others, your number. നമ്പർ 11. Number 11. ആഹാ, ചെയ്തോ? മുൾക്കിരീടമിതെന്തിനു നൽകി സ്വർഗസ്ഥനായ പിതാവേ, എനിക്ക് മുൾക്കിരീടമിതെന്തിനു നൽകി. നല്ല അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ. സനൂപിന്റെ 3 ജന്മം ജനിച്ചാലും തീരാത്ത പാപം ഇട്ട് കൊടുക്കും നമ്മുടെ ഈ കൗണ്ടർ ഇട്ട് കൊടുക്കുന്ന സനൂപ്. സനൂപ്. ഓക്കെ, ഗോയിങ് ടു സുധീഷ്. നമ്പർ 7. ഓപ്പൺ നമ്പർ 7. സീമ ചേച്ചിയാണ് കിട്ടിയിരിക്കുന്നത്. ഫീമെയിൽ വോയിസ് അനുകരിക്കാറുണ്ടോ? ഉണ്ട്. ഉണ്ട്. അപ്പൊ സീമ ചേച്ചി അനുകരിക്കാൻ പറ്റുമോ? ചെയ്തു നോക്കാം. രാജേട്ടാ, രാജേട്ടൻ എന്നോട് ഇഷ്ടമായിരുന്നില്ലേ രാജേട്ടാ? സീമ ചേച്ചി, ശശിയേട്ടൻ അവിടെ. ശശിയേട്ടൻ ഭരണിയിലോ? കുഴപ്പമില്ല, കുഴപ്പമില്ല. ഗുഡ് അറ്റംപ്റ്റ് അല്ലേ? അറ്റംപ്റ്റ് നല്ല. ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല, എന്നിട്ട് ശ്രമിച്ചില്ലേ? അതെ. അപ്പൊ ആദർശ് നമ്പർ പറ. നമ്പർ 25. Let's open number 25.
സുരേഷ് കൃഷ്ണ. ഇദ്ദേഹം സുരേഷ് കൃഷ്ണ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഭാഗ്യത്തിന് അവിടെയാണ് ആദർശിന്റെ മനസ്സിൽ ഇപ്പൊ എന്താണെന്നറിയോ, ഇതിലും നല്ലതാ പടക്കായിരുന്നു. സാറന്മാർ പഠിപ്പിക്കുമ്പോൾ തട്ടി മുട്ടിയെന്നൊക്കെ ഇരിക്കും. അതിന് ഒരുമാതിരി മറ്റൊരു അർത്ഥം കണ്ട് ചോദിക്കാനോ പറയാനോ വന്നാൽ മര്യാദക്ക് തിരിച്ചു പോകില്ല നീയൊന്നും. കുഴപ്പമില്ല, അവന്റെ ശബ്ദത്തിൽ നിന്നും വരാവുന്ന ഏറ്റവും വലിയ സുരേഷ് കൃഷ്ണയാണ്. അല്ല, ഒരു ഡയലോഗ് എടുത്ത് പറഞ്ഞല്ലോ, അതാണ്. അപ്പൊ അത്രയും സംഗതിയില് പുള്ളിക്ക് താല്പര്യം ഉണ്ടെന്നുള്ളതാണ്. അത് നമ്മള് നല്ലൊരു കയ്യടി കൊടുക്കണം. ഉറപ്പായിട്ടും. പക്ഷേ സുരേഷ് കൃഷ്ണ എങ്ങനെ എന്നുള്ളത് അറിയട്ടെ. സ്വന്തം അമ്മായിയുടെ ബാല മോഷ്ടിച്ചിട്ട് അത് കൊച്ചു കുഞ്ഞിന്റെ കഴുത്തിൽ വച്ചു കൊടുത്തിട്ടാണ് ഡിക്സന്റെ തുടക്കം. മാത്രമല്ല പല കേസുകളിൽ നിന്നും ഡിക്സൺ പുല്ല് പോലെ ഊരിക്കൊണ്ടുവന്നിട്ടുണ്ട്. സ്കൂളിന്റെ പടിവാതിൽ പോലും കാണാത്തവൻ കയറി വന്ന് മാപ്പ് കോപ്പെന്നൊക്കെ പറയുമ്പോ രമേശന്റെ പട്ടി പറയും മാപ്പ്. അസലായി. ഞാൻ ഇന്നലെ കൂടി സംസാരിച്ചിട്ടൊന്നുമില്ല. കറക്റ്റ് ആണല്ലേ? സുധീഷ്, നമ്പർ 6. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 6. അയ്യോ, അത് ഇവിടെ കിട്ടേണ്ടതാ. എവൻ ഗംഭീരമായിട്ട് ചെയ്യണതാണ്. പക്ഷേ ട്രൈ ശ്രമിക്കാം. ചേട്ടായി, ചേട്ടായിക്ക് ഇതൊരു ജീവിതമായിരിക്കും, സിനിമയായിരിക്കും. പക്ഷെ ഇതെനിക്ക് എൻ്റെ ജീവിതമാണ്. എടാ ദാസപ്പ, നിന്റെ പേരെന്ന് പറഞ്ഞേ ദാസപ്പൻ. ഷോ ദാരിദ്ര്യം. നന്നായിട്ട് ചെയ്തു കേട്ടോ, നന്നായിട്ട് ചെയ്തു. പക്ഷേ അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് അദ്ദേഹം. കേൾക്കാം. ചേട്ടായി എന്നോടൊരു കാര്യം ചോദിച്ചിട്ട് അത് ചെയ്തു കൊടുത്തില്ലേ, ഞാൻ അതൊക്കെ ഏറ്റവും പോയി. അപ്പം എന്താ ചെയ്യാ, നിങ്ങക്ക് ഇത് സിനിമയായിരിക്കും, പക്ഷേ എനിക്കിതിൻ്റെ ജീവിതാ ചേട്ടായി. എടാ ദാസപ്പാ, കണ്ണി കണ്ട പെമ്പിള്ളേരൊക്കെ വിളിക്കുമ്പോൾ നിനക്ക് സൊള്ള സമയമുണ്ട്. പക്ഷേ സ്വന്തം അമ്മ വിളിച്ചാ 2 മിനിറ്റ് സംസാരിക്കാൻ പറ്റിയല്ല. അപ്പം അത് ദേഷ്യായി, വഴക്കായി, ബഹളായി. അതിൻ്റെ തോന്നലാട്ടോ. പെട്ടെന്ന് ഒരു ദിവസം അമ്മയില്ലാണ്ടായ നീ അമ്മയെന്നൊന്ന് വിളിക്കാൻ കൊതിക്കും. അപ്പോൾ അത് കേൾക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അത് ഭയങ്കരമാടാ, പറഞ്ഞാൽ മനസ്സിലായില്ല. എൻ്റെ മണിച്ചേട്ടാ, തനിഷേട്ടാ, രജനി ചേട്ടായിയേ, നിങ്ങളെ കണ്ടിട്ടാ ഞാൻ ഇറങ്ങിയേക്കണേ. കാത്തോളേ. ഓ, എങ്ങനെയുണ്ടായി പക്രചേട്ടാ? കാത്തു കാത്തു അല്ലേ? സുധീഷിന്റെ നമ്പർ പറ. നമ്പർ 20. നമ്പർ 20. ഓപ്പൺ നമ്പർ 20. ഇന്ദ്രൻ. മൊയിലാളി അവിടെ കിടന്നുകൊണ്ട് തോമാച്ചായന്റെ മുണ്ട് കുറച്ചടി. ആഹാ, ഓഹോ, എന്തൊരിടിയാണ് വെള്ളിടി കെട്ടട ഭണ്ടാരിയിടി. ആഹാ, അമ്മുക്കുട്ടി ഒന്ന് ചിരിച്ചേ. അങ്ങനെയല്ല, ഇങ്ങനെ. ആര് പറഞ്ഞിട്ടാ നീ മിമിക്സ് പരേഡ് ഇപ്പൊ ഇവിടെ അവതരിപ്പിക്കുന്നത്? മണിയമ്പല പുരുഷോത്തമൻ എന്ന MP അതോ മുണ്ടക്കിയ രാജേന്ദ്രനോ? സനുകൂടുന്ന പണിയാണ്. പാവൻ ഒരു നല്ല ട്രൈ നടത്തി കേട്ടോ. പക്ഷെ വഴക്ക് പറഞ്ഞത് ലാലേട്ടനാണ്. അപ്പൊ പിന്നെ പറയാം. അപ്പൊ റേഞ്ച് മാറി ഇതിന്റെ. അത് ശരി. അപ്പോ ആദർശിന്റെ നമ്പർ നമ്പർ 18. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 18. ഉണ്ണി മുകുന്ദൻ. മല്ലുവിന്റെ പെങ്ങളെ തൊട്ടവന്മാരായിരുന്നു. ഇവിടുന്ന് പുറത്തു പോവേല. ദൈവമേ, ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ കാലമേ, ഇവനിപ്പൊ പറഞ്ഞ ഡയലോഗ് ഇല്ലേ, മല്ലുവില് പെങ്ങള് അതില്ലേ, അത് ഉണ്ണിയല്ല പറഞ്ഞേക്കണേ. ഡബ് ചെയ്ത അത് ഡബ് ചെയ്തത് ഞാനാണ്. മിഥുനായിരുന്നു. അപ്പൊ മിഥുൻ പറഞ്ഞ അതിന്റെ ഡയലോഗ്, മിഥുന്റെ ശബ്ദം എനിക്ക് ഉറപ്പില്ല. മറ്റേ അതിനകത്ത് ആ ഹിന്ദി ഡയലോഗ് പിന്നെ അല്ല, എന്നാലും അത് മോശവും എന്നാലും പറഞ്ഞോ. ഞങ്ങൾ പഞ്ചാബികൾക്ക് സിംഗ് ചേർത്ത് വിളിക്കുന്നതാണ് അഭിമാനം. തോ തൂ മുझे बुला सकता है മല്ലു സിംഗ്. മനുഷ്യനായി കഴിഞ്ഞ ഞാനൊക്കെ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ, വിളിക്കുമ്പോഴത്തേക്ക് അതിനൊക്കെ ഒരു മാന്യത വേണോടാ. സനൂപേ കാണണേ. വലിയ വലിയ സ്റ്റാർസ് ഒക്കെ വലിയ സ്റ്റാർസിന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. വിക്രം ഡബ് ചെയ്തിരിക്കുന്ന അബ്ബാസിന് വേണ്ടി ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതെ അതെ, വിക്രം ഡബ് ചെയ്തിട്ടുണ്ട്. അതെ അതെ. വേറെ ആർക്കൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്? ഞാൻ ജിഷ്ണുവിന് വേണ്ടി ഡബ് ചെയ്തു. നമ്മൾ സിനിമയിൽ ഞാൻ അഭിനയിക്കവേ ജിഷ്ണുവിന് വേണ്ടിയും ഡബ് ചെയ്തിട്ടുണ്ട്. അത് ആ ഡയലോഗ് ഒന്ന് പറയാൻ പറ്റുമോ? എന്താ ചെയ്തത്? ഇനി പറയണ പരിപാടിയില്ല. ഓക്കെ, നമ്പർ 10. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 10. മനോജ് KJ ചെയ്യോ? ഇല്ല, ശ്രമിച്ചു നോക്കാലോ അല്ലേ? ശ്രമിച്ചു നോക്കാം.
ബോംബെ വാല പാൻഡം പൈലി. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ IAS അക്കാദമി വർഷാവർഷം മറവച്ച് വിരിച്ചെടുക്കുന്ന നിന്നെ പോലുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. സുരാജ് കെ ജയൻ. Okay, next number. Others. 3. Let's open number 3. Sai Kumar. വാസുദി, ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. എന്തായിരുന്നു വാസന്തി? ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ചെയ്യോ സായിച്ചേട്ടന്? ലിസ്റ്റിലുള്ളല്ലേ? ആ ഓക്കെ. വാസന്തി, നീ മിടുക്കി എന്ന് വെച്ചാ മിടുക്കി. നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സമയത്ത് വിനോദിന് അങ്ങനെ ഒരു കയ്യബദ്ധം പറ്റും. ആർക്കായാലും സംഭവിക്കും. അത്രയ്ക്ക് സുന്ദരിയാ നീ. ഇനി ഇതിന്റെ പേരിൽ നിനക്കെങ്ങാനും ഒരു കയ്യബദ്ധം പറ്റിയാൽ, അതായത് നീ ആരോടെങ്കിലും പോയി പറഞ്ഞാൽ രാമുവിന്റെ കണ്ണപ്രശ്നം നടക്കോ? ഇല്ല. നമുക്കത് നടത്തണ്ടേ? വാസന്തി ചെല്ല്, ഞാൻ രാമുവിനെ വീട്ടിൽ വന്ന് കണ്ടോളാം. ചിലയിടത്തൊക്കെ ഭയങ്കര കറക്റ്റായിട്ട് വന്നത് തോന്നി. അത് നാടക നടൻ കൂടി ആയതുകൊണ്ട് ഈ വാക്ചാതുരി ഉണ്ട്. അത് പറയും ഭയങ്കര. അത് സുധീഷിന് കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു അനുഗ്രഹമാണ്. തിരിച്ചേട്ടാ, ഇവരുടെ 5 കഴിഞ്ഞു. തിരിച്ചേട്ടാ വാസ്തയില്ലേ? ആദർശിന്റെ ഇനി ബാക്കി ലിസ്റ്റിൽ ആരൊക്കെയുണ്ട്? ദിലീപിന്റെ സൗണ്ട് തോമയിലെ സൗണ്ട്, പിന്നെ ജയകുമാർ തട്ടിമുട്ടിലെ സിദ്ദിഖ് സാറ്, ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം ദിലീപേട്ടൻ സൗണ്ട് തോമ. അടുത്ത ക്ലൈമാക്സിലൊരു സെന്റിമെന്റ്സ് ആയിട്ട് അത് അപ്പനോട് ചോദിക്കാണ്ട് കാശത്തിന് അപ്പനെന്നോട് ക്ഷമിക്കണം. ചെറുപ്പം പോലെ കേൾക്കരുതാ. അപ്പനോടൊന്ന് ചെയ്തു കൊടുത്തതിൻ്റെ ശാപം കൊണ്ടാ ഞാനിങ്ങനെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ കാശൊക്കെ അപ്പ മറ്റുള്ളവരെ വേരിപ്പിച്ചുണ്ടാക്കുന്ന കാശൊന്നും നമുക്ക് വേണ്ടപ്പ. അത് കണ്ണീരിൻ്റെ കാശാ, നമുക്ക് വേണ്ടപ്പ. അടുത്തത് ഐയിലെ വിക്രം. எனக்கு வீடு இல்லை, அட்ரஸ் இல்லை, நான் ஒரு நோய். என்ன டாக்டர் என்னை பார்த்து பயப்பட்டிருக்கியா? கடவுள் படிச்சப்ப கூட நீ இவ்வளோ அழகில்ல, உன்னை அவ்வளோ அழகா பண்ணியிருக்கேன். ஸ்பெஷல் மேக்கப். இனி உடம்பு பூரா முடி கொஞ்சம் கொஞ்சமாக வளர்ந்துக்கிட்டே இருக்கும். நீ வெட்ட அது தானா வளர்ந்துக்கிட்டே இருக்கும். லைஃப் லாங்கா. அதுக்கு மேல. അപ്പൊ ഇനി ജയകുമാർ. ഓക്കെ. അമ്മേ, അർജന്റീനയുടെ ഫ്ലക്സിന്റെ താഴെ അമ്മയുടെ പടമ്പക്കാന്ന് പറഞ്ഞമ്മേ. നല്ലതല്ലേ അമ്മേ? വായനവല്ലേ? അല്ലെങ്കിൽ വേണ്ട, അമ്മ തന്നെ നല്ലത്. അമ്മേ, കവിത എഴുതുന്നതല്ലമ്മേ, എൻ്റെ ആത്മാവിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന വരികൾ പേനയിലൂടെ, വിരൽ തുമ്പിലൂടെ ഞാൻ പേപ്പറിലേക്ക് ലയിപ്പിക്കുന്നു. അപ്പൊ എൻ്റെ പുതിയ 2 വരി കവിത കേട്ടാലോ? മാങ്ങാത്തൊലി. ലാസ്റ്റ് ഒരെണ്ണം കൂടിയുണ്ട്. സിദ്ദിഖ് സാർ. കലാഭവന്റെ വേദിയിൽ നിന്നും മിമിക്രി എന്ന കലാരൂപത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഇത് ഇത്ര വലിയ വിജയമായി തീരുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഒരുപാട് നല്ല മിമിക്രി കലാകാരന്മാർ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഇങ്ങനെയൊരു വേദി ഒരുക്കി കൊടുത്ത കോമഡി ഉത്സവത്തിനും ഫ്ലവേഴ്സ് ടിവിക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എന്തായി?
അല്ല ശബ്ദം കറക്റ്റ് ആയത് ഈ സിദ്ദിഖ് ലാൽ എന്ന് പറയുന്ന ബേസും ട്രിബിളും ചേർന്നത്. അപ്പൊ ബേസ് എന്ന് പറയുമ്പോ ലാലേട്ടനാണ്, ട്രിബിൾ എന്ന് പറഞ്ഞാല് അതെ. അപ്പൊ അവരിവിടെ അവതരിപ്പിക്കാൻ വേണ്ടി എത്തുകയാണെങ്കിൽ ഇപ്പൊ സിദ്ദിഖ് സാർ ആണെങ്കിൽ നമസ്കാരം, കോമഡി ഉത്സവത്തിലേക്ക് സ്വാഗതം. ഞാനും ലാലും കണ്ടുപഠിച്ച മിമിക്രി എന്ന് പറയുന്നത് ആലപ്പി അഷ്റഫിന്റെയും കൊച്ചനറിയത്തിന്റെയും അതുപോലെ തന്നെ കൊതുക് നാണപ്പന്റെയും മിമിക്രിയാണ്. അതുപോലെ തന്നെ അവരൊക്കെ നമ്മുടെ പടങ്ങളിൽ സഹകരിച്ചിട്ടുണ്ട്. ആ കൊതുക് നാണപ്പന്റെ മകൻ ജയനാണ് നമ്മുടെ പടത്തിൽ സഹകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ എല്ലാ പടത്തിലും ഇവർക്ക് അവസരം കൊടുക്കാന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ ലാലിന്റെ പടത്തിലായിരിക്കും മിഥുന് ചാൻസ്. എനിക്കിട്ട് പണി തന്നവര് സിദ്ദിഖിനോട് നന്ദി പറയും. സുധീഷ്, ഇനി ഒരെണ്ണം ഉള്ളൂ. ഒറ്റ ഒരെണ്ണേ ഉള്ളൂ അല്ലേ? കെ ബി ഗണേഷ് കുമാർ സാർ. ബാസുര ചേച്ചി, ഉണ്ണിതാൻ ചേട്ടൻ വല്ലതും പറഞ്ഞു? വല്ലതും പറഞ്ഞു? ഇല്ല, ഒന്നും മിണ്ടുന്നില്ല. അത് തന്നെയാ എനിക്കിട്. ഇന്നലെ മാടമ്പള്ളി മനയിൽ ഒറ്റയ്ക്ക് പോവണ്ട, കൂട്ടിന് ഞാനും വരാന്ന് പറഞ്ഞു. കേട്ടില്ല? ആദ്യം ഈ ഉഷ്ണത്തിന്റെയാ. ഒരു 10 തൊട്ടി വെള്ളം കോരിയും കുളിച്ചു, ഒരു പാതാള കരണ്ടി ഇട്ടു, അത് അപ്പ അങ്ങ് മാറൂന്നേ. പൂക്കാട്ട് ഓർമ്മ ചേട്ടു എന്തോ കുഴപ്പമുണ്ടല്ലോ. എനിക്ക് ഇദ്ദേഹം ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗണേശേട്ടൻ്റെ ശബ്ദമാണ്. പ്രത്യേകിച്ച് ഗണേശേട്ടൻ്റെ പഴയ ശബ്ദമാണ് ഇദ്ദേഹത്തിൻ്റെ. ഇപ്പോഴത്തെ ടോണൊക്കെ മാറി. പണ്ടത്തെ സിനിമയിലൊക്കെയുള്ള ടോണാണ് കറക്റ്റായിട്ട് ഇദ്ദേഹത്തിന് കിട്ടിയത്. ശരിയല്ലേ? അപ്പൊ അത് തന്നെ പിടിക്കുക. എനിക്ക് തോന്നുന്നു അത് നല്ലൊരു സംഭവമാണ്. അത് തന്നെ സുരാജേട്ടന്റെ ചെയ്തപ്പോഴേ, അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ആരും ചെയ്തപ്പോഴും അതിലൊരു ചെറിയൊരു സുരാജേട്ടൻ ഉണ്ടായിരുന്നു ദിലീപേട്ടൻ്റെ ചെയ്തപ്പോഴും ആക്ഷൻ. അപ്പം എനിക്ക് തോന്നുന്നത് കുറച്ച് ഒന്ന് ദീർഘശ്വാസം വിട്ടിട്ട് അടുത്തത് ചെയ്താൽ മതി. അതെ, ബാധ ഇറക്കി വിട്ടിട്ട് അടുത്തത് ചെയ്യാം. ടിപ്സ് ആണ് അതൊക്കെ. അതെ. അപ്പോ സിനിച്ചേട്ടാ രണ്ടുപേരെ ഏൽപ്പിക്കുന്നു. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ ChavaraMatrimony.com-ൽ നമ്മൾ അടുത്തൊരു സ്പെഷ്യൽ പെർഫോമൻസിന് കൊണ്ടുവരാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളിൽ നിന്നുള്ള ആൾക്കാരെയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യാറുള്ളത്. മറ്റൊരു ജോലി ചെയ്യവേ തന്നെ ഈ ഒരു പാഷൻ ഫോളോ ചെയ്യുന്ന, മിമിക്രി എന്ന് പറയുന്ന പാഷൻ ഫോളോ ചെയ്യുന്ന മറ്റൊരു വ്യക്തിയാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ പോകുന്നത്. സജി വാഴൂർ. അനുകരണ കലയിൽ പ്രേക്ഷക മനസ്സുകൾ അറിയാതെ പോയ കലാകാരൻ. കോട്ടയം ജില്ലയിലെ വാഴൂരിലെ മണ്ണിൽ പിറന്ന് സ്വന്തമായി കിടപ്പാടം പോലുമില്ലാതെ കലയെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു ഈ കലാകാരൻ. അനുകരണ കലയിൽ 15 വർഷത്തെ യാത്രയിൽ ജീവിത സഖിയായി കൂടിയ ഭാര്യയുടെ പിന്തുണയാണ് ഈ കലാകാരനെ മുന്നോട്ട് നയിക്കുന്നത്. തന്റെ ഇഷ്ടജോലിയായ ഗാർഡനിംഗ് ജോലി ചെയ്യുമ്പോഴും മിമിക്രി എന്ന കലയെ തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ച ഈ കലാകാരൻ മിമിക്രിയിൽ പുതിയ ഒരു ശൈലിക്ക് തുടക്കം കുറിച്ചു. കാഴ്ചയുടെ വരദാനമായ ഫ്ലവേഴ്സ് അണിയിച്ചൊരുക്കുന്ന ചിരിയുടെ കോമഡി ഉത്സവത്തിലേക്ക് സജി വാഴൂരിന് സ്വാഗതം. എങ്ങനെയുണ്ട്? ജോലിയൊക്കെ ഗംഭീരമായിട്ട് പോകുന്നുണ്ടോ? ജോലിയൊന്നും കുഴപ്പമില്ല. അടിച്ചു പൊളിച്ചു പോകുന്നു. അതിനിടയിൽ മിമിക്രിക്കുള്ള സമയം എങ്ങനെ കണ്ടെത്തുന്നേ? അതിന്റെ ഇടയ്ക്ക് ടെൻഷൻ ഉണ്ട്. എന്നാൽ ഈ ജോലിയുടെ കാര്യം എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ടെൻഷൻ ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, സജി എന്താ ചെയ്യാൻ പോണെന്ന്? ആദ്യം ഒരു ഫ്ലൈറ്റ് പൊങ്ങിപ്പോകുമ്പോൾ അതിന്റെ ശബ്ദം കേൾക്കും. സജി ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടോ? ഇല്ല, കയറിയിട്ടില്ല. പക്ഷേ ഈ ഫ്ലൈറ്റ് കണ്ടിട്ടുള്ളത് മുഴുവൻ സിനിമയിലൊക്കെ ആണല്ലേ? അതിൽ നിന്ന് കേട്ടിട്ടുള്ള സൗണ്ടാണ് പഠിച്ചിട്ടുള്ളത്. എത്രയും വേഗം സജിയെ ഫ്ലൈറ്റ് എടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി നമുക്കൊരു ഷോ ചെയ്യണം. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ കിടന്നല്ലോ, ഒരു ട്രെയിൻ വന്ന് നിൽക്കുന്ന
നിർത്തി. അതാ ചെയ്യുമ്പോൾ ഡിഫറൻസ് ഉണ്ടല്ലേ പക്രച്ചേട്ടാ? സ്ഥിരം ചെയ്യണ സാധനം ഇതാണ് ട്രെയിൻ, ഇതാണ് ട്രെയിൻ അല്ലേ? ഇതാണ് ട്രെയിൻ. അടുത്തായിട്ട് പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും ചെയ്യുന്നുണ്ട്. നമ്മൾ ട്രെയിൻ അകത്തിരുന്ന് സഞ്ചരിക്കുന്ന ഒരു പ്രത്യേക ശബ്ദമുണ്ട്. സൗണ്ട് മാറ്റും അല്ലേ? അതെ. അത് ശരിയാ. അത് ഈ മറ്റേ പാലത്തിന്റെ മുകളിൽ കൂടെ പോകുമ്പോൾ സൗണ്ട് ചെറിയ വ്യത്യാസം വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന്റെ ഇടയിലെ മിഥുൻ കാഫി കാഫി എന്നൊന്ന് പറഞ്ഞു. കറക്റ്റ് ആവും അല്ലേ? അല്ല അത് വരും. മിഥുൻ പറയണം. ഞാൻ പറയാം. ആ ടോണിൽ മിഥുൻ ട്രെയിൻ പോകട്ടെ. ട്രെയിൻ പോകട്ടെ. ഇങ്ങനെയാണ് റേഡിയോയിൽ സെലക്ഷൻ കിട്ടിയതല്ലേ? ഫസ്റ്റ് ജോലി ഇതായിരുന്നു, കാപ്പി കച്ചവടം വരുന്നത്. കാപ്പി കച്ചവടക്കാരല്ല നമുക്ക് ബാർബർ ഷോപ്പിലേക്കല്ല, ബാർബർ ഷോപ്പിൽ ചെന്ന് തലമുടി വെട്ടുമ്പോൾ അത്രയ്ക്ക് ഒരു പ്രത്യേക ശബ്ദമുണ്ട്. ബ്യൂട്ടിഫുൾ. മറ്റേ കട്ടറാണ്. കലക്കിയതോ? സൂപ്പറായിരുന്നു. നമുക്കിനി ഒരു കുട്ടനാടൻ പ്രദേശങ്ങളിലേക്ക് ചെല്ലാം. അവിടെ ചെന്ന് കഴിയുമ്പം ഏറ്റവും കൂടുതൽ കാണുന്ന പക്ഷിയാണ് താറാവ്. ഒരു താറാവ് കരഞ്ഞാൽ എങ്ങനെയിരിക്കും? പക്ഷെ ഇതെല്ലാം മിമിക്രിക്കാരൻ ചെയ്യുന്നതാണ്. നമ്മൾ താറാവ് കൂട്ടത്തോടെ പോലെ എങ്ങനെ ഇരിക്കും? കലക്കി രക്ഷയില്ലോ. ഗംഭീരമുണ്ട്. നമുക്ക് എണ്ണയിടാത്ത കപ്പിലൂടെ വെള്ളം കോരുമ്പോൾ ഒരു പ്രത്യേക ശബ്ദമുണ്ട്. ഇദ്ദേഹം കാരണമാണ് ആ നമ്മുടെ കോമ്പറ്റീഷനിൽ മുഴുവൻ ഇതൊക്കെ വരുന്നത്. ഇപ്പോഴാണ് ആളെ കണ്ടുപിടിക്കാൻ പറ്റും. അത് യഥാർത്ഥത്തിൽ ചെയ്യുന്ന ഒരാളെ കിട്ടിയത് ഇപ്പോഴാണ്. നിങ്ങൾ ഇന്ത്യൻ റുപ്പിയിൽ പറഞ്ഞല്ലേ ഇത്രയും നാൾ എവിടെയായിരുന്നു? ഇനി എണ്ണ ഇട്ടിട്ടോ? എണ്ണയിട്ട് കഴിയുമ്പോൾ നമ്മുടെ വെള്ളം കോരിക്കൊണ്ടിരിക്കും തൊട്ടിയും കയറും കയ്യിൽ നിന്ന് വിട്ടുപോകും. ഓ, അതുകൊണ്ട് ചെയ്യില്ല എന്നാണോ? നമ്മുടെ വീട്ടിലൊക്കെ മീൻ മേടിക്കാറുണ്ട്. മീൻ മേടിച്ച് കഴിയുമ്പോൾ ഒരാൾ കടന്നു വരും, മറ്റാരുമല്ല പൂച്ച. അപ്പോൾ പൂച്ചയുടെ ആക്ഷനും അതിൻ്റെ റിയാക്ഷൻ ആ ഒരു മീൻ തലയ്ക്ക് വേണ്ടി എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അയ്യോ, അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു മീൻതല ഈ പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. വേറെ കണ്ടം പൂച്ച വരും, ഇതൊരു ചക്കിപ്പൂച്ചയാണ്. അപ്പോൾ ഇവർ തമ്മിലൊരു വഴക്കുണ്ട്. അതെങ്ങനെ നോക്കാം. അങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷം ഈ ചക്കിപ്പൂച്ചയും കണ്ടംപൂച്ചയും തമ്മിൽ ഭയങ്കര സ്നേഹബന്ധത്തിലായി. അപ്പോൾ ഈ രാത്രി കാലഘട്ടങ്ങളിൽ ഈ കണ്ടംപൂച്ച ചക്കിപ്പൂച്ച വിളിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പം ഇവർ രണ്ടുപേരുടെയും ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആണ് നോക്കാം.
ഇത് കാണാത്ത ഐറ്റം ആയിരുന്നു അല്ലേ? ഇത് കാണാത്തൊരു ഐറ്റം അല്ലേ? എന്റെ സജി മിക്കവാറും സജിയുടെ ജോലി പോവും. കാരണം ഈ ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് എന്തൊക്കെ ഒബ്സർവ് ചെയ്തിട്ടായിരിക്കും അല്ല, അത്രയും നേരെ ചുറ്റുപാടും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടായിരിക്കും. അപ്പൊ പണി ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ല, ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണ്ട. ഓക്കെ, അടുത്തത്. ഇപ്പൊ കുറെ മാസങ്ങൾക്ക് ശേഷം ഈ പൂച്ച പ്രഗ്നന്റ് ആയി. അപ്പൊ പൂച്ചയുടെ പ്രസവ വേദന ഹാസ്യ രൂപത്തിൽ അതെയോ ഇത്ര പെട്ടെന്നല്ലേ? ഇപ്പോഴാണ് മനസ്സിലായത് അവിടെ എന്താ സംഭവിച്ചതെന്ന്. അതെയോ പ്രസവിച്ചാണ് പൂച്ചക്കുഞ്ഞുങ്ങൾ. ആ ശരി. ഓക്കെ, അടുത്തത്. അവസാനമായിട്ട് കോമഡി ഉത്സവം എന്ന ഈ പ്രോഗ്രാമിന് വേണ്ടി ഒരു ചെറിയൊരു വെടിക്കെട്ട്. ഉത്സവത്തിന് ഒരു വെടിക്കെട്ടാണ് അതിന്റെ പരിസമാപ്തി എന്ന് പറയുന്നത്. അതിന് കറക്റ്റ് ഒരു വെടിക്കെട്ടുകാരൻ വന്നത് ഇപ്പോഴാണ്. സത്യം അസലായിട്ട് വെടിക്കെട്ട് നടത്തി ഞങ്ങളുടെ ഉത്സവത്തിൽ വന്നിട്ട് അതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതെ, സജിയെ നമുക്ക് ശരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കണം അല്ലേ? ഇവിടെ ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കേണ്ട ആളാണ് സജി. അതെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഫ്ലൈറ്റ് കയറി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി വരേണ്ട ആളാണ്. ഇനി സ്റ്റാൻഡപ്പ് കോമഡി ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ പോകുന്നുണ്ട് സജി. സജി നമ്മുടെ കോമഡി ഉത്സവത്തിന്റെ ആ സഞ്ചാരത്തിൽ കൂടെ ഉണ്ടാവും. ഓക്കെ സജി, എല്ലാവരും ചേർന്ന് സജിയോടുള്ള ഒരു സ്നേഹം കാണിച്ച എല്ലാവരും കമാൺ. താങ്ക് യു സജി. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ ChavraMatrimony.com-ൽ അടുത്തത് സ്റ്റാൻഡപ്പ് കോമഡി. ഒരു ഉഗ്രം ക്യാരക്ടറുമായിട്ട് വരാൻ പോകുന്നു വിനീഷ് കാരക്കാട്. ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദ പ്രൊഫൈൽ. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ കാരക്കാട്ട് ഗ്രാമത്തിൽ ചിരിയുടെ മർമ്മം തൊട്ടറിഞ്ഞ കലാകാരൻ. കേരളത്തിലെ പ്രൊഫഷണൽ സമിതികളിലൂടെ 18 വർഷം മിമിക്രി പാരമ്പര്യമുള്ള ഈ കലാകാരൻ കേരളത്തിലെ ഉത്സവപ്പറമ്പുകളെ ചിരിയുടെ പൂരപ്പറമ്പാക്കിയിട്ടുണ്ട്. അച്ഛനും അമ്മയും ഭാര്യയും ഒരു കുട്ടിയും അടങ്ങുന്ന കുടുംബം വിനീഷിന്റെ ഈ കലാജീവിതത്തിൽ താങ്ങും തണലുമായി എന്നും കൂടെയുണ്ട്. ചിരിയുടെ വേലിക്കെട്ട് പൊട്ടിച്ചെറിഞ്ഞ കോമഡി ഉത്സവത്തിൽ ചിരിയുടെ വെടിക്കെട്ട് പൊട്ടിക്കാൻ ഈ കലാകാരനെ സ്വാഗതം ചെയ്യുന്നു. ആരാ ഗണേശ, നീ ഇവിടെ ഉണ്ടായിരുന്നാ? ഞാൻ നിന്നെ അവിടെ തിരക്ക് വന്ന് സാർ ഇത് എന്താണ് സാർ? ഇത് എത്ര സാക്ക് സിമെന്റ് കോൺക്രീറ്റ് ആണ് സാർ നടക്കണേ? അയ്യോ, ഇത് കോൺക്രീറ്റ് ഉത്സവമല്ല, പിന്നെ കോമഡി ഉത്സവമാണ്. ഞാൻ കരുതി കോൺക്രീറ്റ് ഉത്സവമാണെന്ന്. നിങ്ങള് നാണ് സുന്ദർലാൽ.
സുന്ദർലാൽ. സുന്ദർലാൽ സാർ, ഞാൻ ഒഡീഷന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഇപ്പം ബംഗാളികൾക്ക് ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ ഈ ബംഗാളി പണിക്കാർക്ക്. അങ്ങനെ പറയരുത് സാർ, അത് ദൈവ കോപം സാർ. സാർ ഒരു കാര്യം ചെയ്യും, സാറിനെ 2 ദിവസം എന്റെ കൂടെ നിർത്തി നോക്കും, ഞാൻ ഈ പണി നന്നായിട്ട് ചെയ്ത് കാണിക്കാം. എന്റെ പണിയാ? നീയാ? ഞാൻ ചെയ്യും സാർ. ഇപ്പൊ ഇവിടെ വന്ന ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ടല്ലോ, ഇതെങ്ങനെ പഠിച്ചത്? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടെ വന്നിട്ട് 10-22 വർഷമായി. എനിക്ക് ആദ്യത്തെ പണി മലയാളി തന്നപ്പോ തന്നെ ഞാൻ എല്ലാം പഠിച്ചു സാർ. ഞാനേ എനിക്കിനി തിരിച്ചു പോകാൻ പറ്റില്ല സാർ. എന്റെ സുരേഷ് ചേട്ടൻ ഭയങ്കര ദേശിക്കാരൻ. പുള്ളിക്കാരനെ കുറിച്ച് പറയും, പുള്ളി രാവിലെ കറങ്ങുന്ന സ്കോഡയില്, ഉച്ചയ്ക്ക് അടിക്കണ സോഡയില്, വൈകിട്ട് കിടക്കുന്ന ഓടയില്. അതുകൊണ്ട് അങ്ങോട്ട് ചെന്ന എന്നെ കേട്ടില്ല സാർ. അതുകൊണ്ട് എന്തെങ്കിലും പണി സാർ. അല്ല, എന്നാലും നിങ്ങൾക്ക് എത്ര രൂപ ശമ്പളം കിട്ടും? ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല സാർ. നിങ്ങൾ ദൈവകോപം വന്നപ്പോ നമ്മളെ ഭയങ്കര ഡിമാൻഡ് കാണിക്കുന്നുണ്ടാണ് സാർ. അല്ല, ഞാൻ പറയണത് ഇപ്പൊ നിങ്ങളൊന്നും വിളിച്ചാൽ കിട്ടണല്ലോ, അതുകൊണ്ടാണ്. അല്ല, നമ്മൾ പൊതുവെ ഇവിടെ ഉള്ളവരെ 700 രൂപ ശമ്പളമാണ് വാങ്ങിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മലയാളികൾ 700 രൂപ, നമ്മൾ 400 രൂപ ശമ്പളമാണ് വാങ്ങിക്കുന്നത്. പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് സാർ ഡിമാൻഡ് കാണിക്കുന്നത്? 400 രൂപ ശമ്പളം വാങ്ങിക്കുന്നു സാർ. 400 രൂപ എങ്ങനെ മുതലാവാനാണ്? 400 രൂപ എങ്ങനെ മുതലാവും? അത് നമുക്ക് മെനു ചെറുത് സാർ. ചെറിയ മെനു? നമ്മുടെ മെനു ചെറുത്. നമ്മൾ രാവിലെ പരിപ്പ് ഉരുളക്കിഴങ്ങും, ഉച്ചക്ക് ഉരുളക്കിഴങ്ങും പഴുപ്പും. അയ്യോ, അപ്പൊ അതിലൂടെ ചപ്പാത്തി ഒന്നും കഴിക്കൂലേ? ചപ്പാത്തി ഭയങ്കര ഗ്യാസ് സാർ. അതുകൊണ്ട് നമ്മുടെ മെനു ചെറുത്. ഒരു മിനിറ്റ് സാർ. ഹലോ ഹാജി, കോക്കനക്കന കസ്കനക്കന കസാനക്കന കസ്കനക്കന ഹോ കൽമുൽ സാർ പട്ടൽ തിൽഫോ ഹേ. ഓക്കെ. അത് ഭാര്യ സാർ. ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി, നമ്മൾ ക്ഷമിക്കണം. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ജോലി തന്നാൽ നമ്മളിവിടെ സ്ഥിരമായിട്ട് നിൽക്കാം. ഒരു മിനിറ്റ് സാർ. हेलो कुमारा मैं स्कूल बच्चे के सागर बच्चा आकर बच्चा बच्चों ना खुना कोई पौला रिया है जी हाँ आय मुझे जो कोटवाल तीकोला है എന്ന് വെച്ചാ അത് വേറൊരു ഭാര്യ സാർ. അപ്പൊ എത്ര ഭാര്യയുണ്ട്? ആരാണ് സാർ സന്തോഷം ആഗ്രഹിക്കാത്തത്? സാർ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ ഗ്ലൗസ് ഒന്ന് എടുത്തോട്ടെ. നാണേ ഓ എനിക്കറിയാം, ഗ്ലൗസ് മറ്റേ അപകടം പറ്റാതിരിക്കാനാവും അല്ലേ? അയ്യോ അതല്ല സാർ, നമ്മുടെ മോദി സർക്കാർ 2000 നോട്ട് നിരോധിച്ചപ്പോ നമ്മുടെ കൂട്ടുകാരെല്ലാം വന്ന് ബാങ്കിൽ അക്കൗണ്ട് എടുത്തു. ആ കൂട്ടത്തിൽ നാണ് ഒരു അക്കൗണ്ട് എടുത്തു, കറണ്ട് അക്കൗണ്ട് ആയിരുന്നു. അപ്പൊ ഇനിയിപ്പോ ATM ചെന്ന് പൈസ എടുക്കണമെങ്കിൽ ഇതിട്ടെങ്കിലല്ലേ എടുക്കാനോ, കൊല്ല കറണ്ട് അടിക്കൂല സാർ. അതുകൊണ്ടാണ് എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് മലയാളികളോട് ഭയങ്കര ഇഷ്ടമാണ് സാർ. എന്തൊക്കെ പണി കൊടുക്കുക മലയാളികളും പണിയെടുക്കുക ഞങ്ങളുമാണ്. അപ്പൊ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇനിയുള്ള കാലം മലയാളികൾക്ക് മടിയുള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് ബംഗാളികൾക്ക് എന്നും പണി ഉണ്ടാകും ചേട്ടന്മാരെ. അതൊക്കെ ഓക്കെ. നിങ്ങൾ പക്ഷേ ഞാൻ പറയല്ലോ, നമ്മൾ മലയാളികളെല്ലാം കൈലി മുണ്ടും ഒക്കെ കൊടുത്ത് നടക്കുമ്പോ ഇവരുടെ ആ ഡ്രസ്സിങ് സമ്മതിക്കണം അല്ലേ? ഓക്കെ, പുള്ളി വെൽ ഡ്രസ്ഡ് ആയിട്ടല്ലേ നിക്കണേ? അത് പറയാതെ സാർ, ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മളെ കുറിച്ച് പൊതുവെ കേരളത്തിൽ വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ്. അത് തന്നെയല്ല, ഇവിടുത്തെ മലയാളികൾ ആരും കെട്ടിടത്തിന്റെ മണ്ടേ കയറി പണി ചെയ്യാൻ യാതൊരു ധൈര്യവും ഇല്ലാത്തവന്മാരാണ്. നമ്മളല്ലേ സാർ കെട്ടിടത്തിന്റെ മുകളിലൊക്കെ കയറുന്നത്, വെറുതെ നാട്ടുകാരുടെ കണ്ണിന് ഒരു സേഫ്റ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് പണി ചെയ്യുന്നത് സാർ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അതുകൊണ്ട് ബംഗാളികൾക്ക് എന്ന് ഇവിടെ പണി ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. നന്നായി, നിങ്ങൾ ഇവിടെ വന്നതിൽ വളരെയധികം സന്തോഷം. എന്തായാലും താങ്ക്സ്, പോയിക്കോളൂ. ഓക്കെ വിനീഷ്, നല്ല പെർഫോമൻസ് ആയിരുന്നു വിനീഷ്. നല്ല കറക്റ്റ് കൗണ്ടേഴ്സ് ആയിരുന്നു. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, സജഷൻസ് എന്ത് തോന്നുന്നു ബക്രു ചേട്ടാ? ഒന്നും പറയാനില്ല, ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. ഭയങ്കര ലൈവ് പെർഫോമൻസ് ആണ്, ഭയങ്കര എനർജി ഉണ്ടായിരുന്നു, ഭയങ്കര എൻഗേജിംഗ് ആയിരുന്നു. കൗണ്ടേഴ്സ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ബ്രില്യന്റ് ആയിരുന്നു. വിനീഷ് ഒന്ന് സംസാരിച്ച് ബംഗാളി തന്നെ ആണോ? അല്ലല്ല, ഞാൻ ബംഗാളി ഒന്നുമല്ല. ഞാൻ ചെങ്ങന്നൂർ കാരക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അല്ല, ഈ ബോഡിയുടെ ഷേപ്പ് ഒരു ബംഗാളികളുടെ പോലെ, അതെങ്ങനെ ഒത്തുവന്നുള്ളതാണ്. പക്ഷെ എല്ലാം വളരെ രസകരമായിട്ട് നല്ല എന്താണ് വോൾട്ടേജ് ഹൈ വോൾട്ടേജ് ബൾബാണിത്. വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ ആയിരുന്നു, നന്നായിരുന്നു. വെരി വെൽ ഡൺ വിനീഷ്. എല്ലാവരും കം ഓൺ വിനീഷ്, താങ്ക് യു.
ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ ചാവറ മാട്രിമണി.com അടുത്തതൊരു സ്പെഷ്യൽ പെർഫോമൻസ്. ഈ സ്പെഷ്യൽ പെർഫോമൻസിന് വരുന്നതും ജീവിതത്തിന്റെ വളരെ സാധാരണ ഘട്ടത്തിൽ നിന്നും മിമിക്രി എന്ന് പറയുന്ന ഒരു ആഗ്രഹം കൊണ്ട്, മിമിക്രി എന്ന് പറയുന്ന ടാലന്റ് മാക്സിമം പേഴ്സ്യൂ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു നാട്ടുമ്പുറത്തുകാരനാണ്. പേര് വേലായുധൻ. കേരളത്തിന്റെ സാംസ്കാരിക നഗരമായ തൃശൂർ ജില്ലയിലെ തിരുവല്ലാമലയിൽ ചന്ദ്രന്റെയും സീതയുടെയും മകനായി ജനിച്ച അനുകരണ കലയിലെ അറിയപ്പെടാതെ പോയ താരം. 15 വർഷത്തെ കലാജീവിതത്തിൽ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കഴിവുള്ള ഈ കലാകാരൻ പെയിന്റിംഗ് ജോലിക്കിടയിലും അനുകരണം എന്ന കലയെ തന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് കലായാത്ര തുടരുന്നു. മിമിക്രി മാത്രമല്ല, തനിക്ക് പാടാനും കഴിയുമെന്ന് തെളിയിക്കാൻ ചിരിയുടെ ഉത്സവരാവായ കോമഡി ഉത്സവത്തിന്റെ വേദിയിലേക്ക് വേലായുധന് കരഘോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. എന്താ വേലായുധൻ ചെയ്യാൻ പോകുന്നത്? സാറേ, ഞാനൊരു ഇടയ്ക്കയുടെ ശബ്ദത്തിൽ നിന്നും ജാസ് വായിക്കുന്നതിന്റെ ശബ്ദത്തിലേക്ക് മാറുകയാണ്. ഇടയ്ക്കയിൽ നിന്നും ജാസിലേക്ക്. ഓക്കേ, ലെറ്റ്സ് സ്റ്റാർട്ട്. മോർഫിംഗ് ആണ് ഇടയ്ക്കയിൽ നിന്നും ജാസിലേക്കുള്ള മോർഫിംഗ്. അടുത്തത് നമ്മുടെ പുള്ളുംകുടത്തിന്റെ ശബ്ദമാണ്, സംഗീതോപകരണങ്ങളുടെ പുള്ളുംകുടത്തിന്റെ. അതിൽ നിന്നും നമ്മുടെ താറാവിന്റെ ശബ്ദത്തിലേക്ക് വരികയാണ്. പുള്ളുംകുടത്തിൽ നിന്ന് താറാവിലേക്ക്. അടുത്ത മോർഫിംഗ്. താറാവിൽ നിന്നും ബൈക്കിലേക്ക് വരികയാണ്. താറാവിൽ നിന്ന് നേരെ ബൈക്കിലേക്ക്. പിന്നെ അവിടെ നിന്ന് ഒരു അപകടത്തിലേക്കാണ് ചെന്ന് ചാടുന്നത്. ഓ, അത് ശരി. ചിലപ്പോ ഈ സ്പീഡിൽ പോയ ഇതുപോലെ ശബ്ദമുള്ള വണ്ടിയിൽ പോകേണ്ടി വരും. അതുകൊണ്ട് സ്പീഡിൽ പോകരുത്. നന്നായിരുന്നു. പിന്നെ വരുന്ന മറ്റൊരു ദഫ്മുട്ടാണ്. കൊണ്ടെന്നറിയില്ല, കൊണ്ടെന്നറിയില്ല, പുവി വന്നില്ല, പുട്ടിന് പുവി വന്നില്ല, എന്നോട് പൊളിക്കേണ്ട മാക്കാപ്പൂട്ടെ, പൈസോരും പുറം കൂട്ടിയും പൊടിക്കും ഞാൻ. നീ പുട്ടാണെങ്കിൽ നമ്മൾ പുട്ട് കുറ്റാടി, നീ പുല്ലാണെങ്കിൽ നമ്മൾ പുട്ടിച്ചില്ലാടിയേ. പുല്ല് കിടക്കണ വാളം കെടുക്കും, പുല്ല് കിടക്കണ തോർത്തം കെടുക്കും. സാറേ, ഇനി കുട്ടികളുടെ ഇഷ്ട ചാനലായ ഡിസ്കവറി ചാനലിലേക്ക് പോയി നോക്കാം. Boy, we stay in our stay in the it's no loss sana. വെരി വെൽ ഡൺ വേലായുധൻ. പക്ഷേ എനിക്ക് ഇദ്ദേഹത്തിന്റെ മിമിക്രി കേട്ടപ്പോൾ മനസ്സിലായത് പുള്ളി അനുകരിക്കുന്നതൊക്കെ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ് എന്നതിനേക്കാൾ കൂടുതൽ ഇദ്ദേഹത്തിന് നല്ല കോമഡി സ്കിറ്റുകളൊക്കെ ചെയ്യാനുള്ള ടാലന്റ് ഉള്ള ഒരാളായിരിക്കും. തീർച്ചയായിട്ടും സാർ. ഞാൻ ആ കോമഡി സ്കിറ്റിലൂടെ പാലക്കാടൻ ശൈലിയിൽ അവിടുത്തെ ഭാഷയിൽ എനിക്ക് ഒരുപാട് മിമിക്രികൾ ചെയ്യണമെന്നൊരു ഐറ്റം എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. ഞാൻ സ്റ്റേജുകളിൽ കളിക്കുന്നതാണ്. പിന്നെ ചാക്യാർകൂത്താണ് എൻ്റെ മെയിൻ വേഷം. ഞാൻ 68 കോളേജ് സ്കൂളുകളിൽ ബോധവൽക്കരണ പരിപാടി ഞാൻ നടത്തി. കൊച്ചിൻ ഷിപ്പ്യാർഡും രാജഗിരി കോളേജും. അപ്പൊ ചില്ലറക്കാരനല്ല നമ്മുടെ വേലായുധൻ.
പിന്നെ പാട്ട് പാട്ട് പാടും. കൂത്ത് എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് പഠിച്ചതാണ്? ഞാൻ ഞാൻ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ തുടങ്ങിയ സാറേ. ആണല്ലേ? അല്ലല്ല, ചാക്യാർകൂത്ത് ഞാൻ മിഴാവ് കോട്ടം അങ്ങനെ പോയിട്ട് ഞങ്ങളുടെ അവിടെയാണ് കലാമണ്ഡലം ഉള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ കൂടുതലും ഈ ചാക്യാർകൂത്തൊക്കെ പഠിച്ചു. പിന്നെ അതിന്റെ സ്ലാങ്ങുകൾ കാര്യങ്ങൾ. നാടൻ പാട്ട് പാടില്ലേ? നാടൻ പാട്ട് പാടും. ഒരു പാട്ട് പാടിട്ട് പോയെങ്കിൽ. എന്തു നല്ല തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല്, എന്തു നല്ല തീണ്ടലാണ്, എന്തു നല്ല തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല്, എന്തു നല്ല തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല്, എന്തു നല്ല തീണ്ടലാണ്, എന്തു നല്ല തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല്. ഉപ്പുകുത്തിയ മുളയ്ക്കുമോ വെലി മേവള്ളി പടരുമോ, ഉപ്പുകുത്തിയ വെലിയില്, ഉപ്പുകുത്തിയ വെലിയില് പച്ചവള്ളി പടരുമോ, ആ പടർന്ന വള്ളി കൊഴിയുമോ. എന്തു നല്ല തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല്, എന്തു നല്ല തീണ്ടലാണ്, എന്തു നല്ല തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല്. പാടടാ പാടടാ പയ്യനാരെ പാടടാ, പാടടാ പാടടാ, പാടടാ പാടടാ പയ്യനാരെ പാടടാ. എന്തു നല്ല തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല്, എന്തു നല്ല തീണ്ടലാണ്, എന്തു നല്ല തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല്. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ ചാവറ മാട്രിമണി.com. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നില്ല. ഈ എപ്പിസോഡ് നമ്മൾ അടുത്ത എപ്പിസോഡിലോട്ട് കടക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇദ്ദേഹത്തെ വിടണ്ട കേട്ടോ, ഈ പുള്ളിക്കാരനെ. പുള്ളി ഇവിടെ നിർത്താം. കാരണം ഈ പുള്ളി ഒരു ഓളമാണ്. അതെ. പിന്നെ ഇദ്ദേഹം ഇപ്പുറത്ത് സിന്ദ ഈ കോസ്റ്റ്യൂമിൽ നിന്നപ്പോ കറക്റ്റ് മാച്ച് വരും. അതാണ് സുന്ദരത്തിനെ ആദ്യം വിളിച്ചത്. സ്റ്റെപ്പും കറക്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര, എനിക്ക് ഇങ്ങോട്ട് വരാനേ തോന്നിയില്ല. പിന്നെ മിഥുൻ പിടിച്ചുകൊണ്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കറക്റ്റ് ആയിട്ട് മനസ്സിലായി തള്ളു മിഥുന്. അപ്പൊ തിരിച്ചടാ, എനിക്ക് ഭയങ്കര സന്തോഷം. എന്താന്ന് പറയട്ടെ, ശരിക്കും ഒരു അച്ഛനും അമ്മക്കും പിറന്ന കുഞ്ഞിനെ പോലെ ഫാമിലി ഫോട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതെല്ലാം അടിച്ചു ദൂരെ കളയട്ടോ. പ്രസവിപ്പിക്കുന്ന ആളാ. See you in the next episode. Bye, take care.